ഗൾഫ് രാജ്യങ്ങളിലുള്ള 8 പാലങ്ങൾ ഞങ്ങൾ തകർക്കുമെന്നും പറഞ്ഞിട്ട് ഈ 8 പാലങ്ങളുടെ ലിസ്റ്റും IRGC പുറത്തുവിടുകയാണ്. ഈ പാലത്തിൻ്റെ അടുത്ത് താമസിക്കുന്നതോ അതിലൂടെ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നതോ ആയിട്ടുള്ള പ്രവാസി സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ പ്രവാസി സുഹൃത്തുക്കൾക്ക് ഇത് അയച്ചു കൊടുക്കുക. എല്ലാവർക്കും നമസ്കാരം, ഞാൻ അശ്വിൻ. ലോകം എപ്പോഴും ഒരു റോളർ കോസ്റ്റർ റൈഡിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ പഠിച്ച ഈ സൈൻ വേവില്ല, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോകുന്നെന്ന്. അപ്പോൾ എന്താണ് ഈ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, യുദ്ധം ഇപ്പോൾ തീരും അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ താഴത്തേക്ക് അതിൻ്റെ ഗ്രാഫ് കുറഞ്ഞു വരികയാണ്. ഈ താഴത്തെ പോയിന്റ് ഉണ്ടല്ലോ, ഇവിടെ വെച്ച് ട്രംപ് എന്ന് പറയുന്ന ഈ നരാധമൻ എന്തെങ്കിലും അയാളുടെ പരിപാടി കാണിക്കും, വീണ്ടും മുകളിലോട്ട് പോവുകയാണ് യുദ്ധം. ഇത് തന്നെയാണ് കുറേ ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. യുദ്ധമൊക്കെ എപ്പോഴേ തീരേണ്ടതായിരുന്നു. ഈ ട്രംപ് എന്ന് പറയുന്ന ഇത്രത്തോളം നീചനായിട്ടുള്ള, ഇത്രത്തോളം ക്രൂരനായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ പല നിലപാടുകളും കാരണമാണ് ലോകം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഗൈസ്, ഈ ലോകത്ത് നല്ലവരുമുണ്ട്, കെട്ടവരുമുണ്ട്, മോശം ആൾക്കാരുമുണ്ട്. അതിൽ കൊലപാതകികളുണ്ട്, തീവ്രവാദികളുണ്ട്, ഭയങ്കര മോശമായിട്ട് പെരുമാറുന്ന അങ്ങനെ ഒരുപാട് പേരുണ്ടല്ലേ. പക്ഷേ ഇവർക്കൊക്കെ ഒരു തലവനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ തലവനായിട്ടിരിക്കുന്നത് കൊണ്ട് മാത്രം ഈ ഒരു ലേബലൊന്നും വരാത്ത ഒരു ചെകുത്താനുണ്ടെങ്കിൽ, സത്യം പറഞ്ഞാൽ അതാണ് ട്രംപ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ ലോകം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിന് എല്ലാം ഒറ്റ ഉത്തരവാദി ട്രംപാണ്. ഇത് വേറൊരു രാജ്യത്തിരുന്ന് ഞാൻ പറയുമ്പോൾ അത് അയാളോടുള്ള വിരോധമാണെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാമല്ലേ. പക്ഷേ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടായിരുന്നോ നോ കിങ് റാലി, അതായത് രാജാവൊന്നും വേണ്ട, ആരും രാജാവൊന്നും അല്ല എന്നൊരു വലിയ പ്രതിഷേധ പരിപാടി അമേരിക്കയിൽ ഒരുപാട് സംസ്ഥാനങ്ങളിലായിട്ട് ഏകദേശം 8 ലക്ഷത്തോളം വരുന്ന ജനങ്ങൾ പങ്കെടുക്കുകയാണ്. ആർക്കെതിരെ? ട്രംപിനെതിരെ. ഇവിടെ എന്താണ് അവർ ഉദ്ദേശിച്ചത്? ആരും രാജാവൊന്നും ചമയാൻ വരണ്ട. ഞാൻ കഴിഞ്ഞ കുറേ വീഡിയോകളിലായിട്ട് ഞാൻ പറയുന്നൊരു കാര്യമാണ്, ട്രംപ് ലോകത്തിൻ്റെ തന്തയാകാൻ ശ്രമിക്കേണ്ട, അയാൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നല്ലേ. ഇന്ന് അവിടുത്തെ ജനങ്ങൾ തന്നെ സമാനമായിട്ടുള്ളൊരു കാര്യം പറയുകയാണ്, താൻ കൂടുതൽ രാജാവ് കളിയൊന്നും വേണ്ട, നിങ്ങൾ കാരണമാണ് ഈ ലോകം നശിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ജനങ്ങൾ ട്രംപിൻ്റെ മേത്ത് ചെരുപ്പ് മാലയണിഞ്ഞും ട്രംപിനെ ചെരുപ്പ് കൊണ്ട് തല്ലിയും ഒക്കെ 8 ലക്ഷത്തോളം ജനങ്ങളെന്നൊക്കെ പറഞ്ഞ് നിസ്സാരമാണ് നിങ്ങൾ കരുതുന്നുണ്ടോ? അതായത് ഇയാളിപ്പോൾ വലിയ പ്രശ്നങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ പറയാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ, യുദ്ധം ഇങ്ങനെ തീരുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇയാൾ കഴിഞ്ഞ ദിവസം ഒരു പ്രഖ്യാപനം നടത്തുകയാണ്, ഇപ്പോഴും ഇറാൻ എൻ്റെ ഡീലിന് തയ്യാറായില്ലെങ്കിൽ അവരെ ശിലായുഗത്തിലേക്ക് തള്ളിവിടും, സ്റ്റോണേജിലേക്ക് തള്ളിവിടുമെന്ന് പറയുകയാണ്. അത് പ്രകാരം ഇന്നുണ്ടല്ലോ ഇറാൻ അവരുടെ അഭിമാന പ്രൊജക്റ്റായിട്ടുള്ള ഒരു പാലം ആ രാജ്യത്ത് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. B1 എന്നാണ് ആ ഒരു പാലത്തിൻ്റെ പേര്. മിഡിൽ ഈസ്റ്റിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ പാലമാണെന്ന് ഓർക്കുക. 1 കിലോമീറ്റർ നീളവും 136 മീറ്റർ ഉയരത്തിലുമാണ് ഈ പാലമുള്ളത്. ടെഹ്റാനെയും നോർത്തേൺ ഇറാനും തമ്മിൽ ബന്ധിപ്പിക്കാനാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് ആ ഒരു രാജ്യത്തിൻ്റെ അകത്ത് തന്നെയുള്ള ട്രേഡ് ഉണ്ടല്ലോ, വ്യാപാരമൊക്കെ സുഗമമാക്കാൻ വേണ്ടിയിട്ട് 2 മലകൾക്കിടയിലായിട്ടാണ് ഈ പാലം പണിയുന്നത്. പടുകൂറ്റൻ പാലമാണ്, കാരണം അവർ താഴ്വരയിലൂടെ വേണമല്ലേ പണിയാനായിട്ട്. ഈ പാലമുണ്ടല്ലോ ഈ നരാധമനായിട്ടുള്ള ട്രംപ് ആക്രമിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, അവർ കാര്യമായിട്ട് കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം, അതുമായിട്ട് എന്ത് ബന്ധം ഈ യുദ്ധത്തിന്? ഇതുപോലുള്ള ബ്രിഡ്ജുകളൊക്കെ ആക്രമിക്കുന്നത് ഹ്യൂമാനിറ്റേറിയൻ ലോയൊക്കെ പ്രകാരം വലിയ വാർ ക്രൈമാണ് സത്യം പറഞ്ഞാൽ. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് എന്തിനു ആക്രമിച്ചു, ജസ്റ്റ് ഒരു പാലം തകർത്തു എന്നുള്ളത് മാത്രമല്ല പ്രശ്നം. ഇറാനിലെ ജനങ്ങൾ അവരുടെ പരമ്പരാഗത ആഘോഷവുമായി ബന്ധപ്പെട്ട്, അതായത് പേർഷ്യൻ സംസ്കാരത്തിലുള്ള ഒരു ആഘോഷമുണ്ട്, നേച്ചർ ഡേ, പ്രകൃതി ദിവസം അഥവാ സിസ്താ ബിദർ എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഒരു ആഘോഷം നടക്കുന്ന അതിൻ്റെ മുമ്പത്തെ ദിവസവും ആ ദിവസവും എന്നൊക്കെ പറയുന്നത് ജനങ്ങൾ പ്രകൃതിയിലേക്ക് ഇറങ്ങിയിട്ട് പ്രകൃതിയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കുടുംബങ്ങളുമായിട്ട് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യുന്ന ദിവസമാണ്. അപ്പോൾ രാജ്യത്തെ അഭിമാനമായിട്ടുള്ള പാലം പണിയാണ്. അവിടെ ഒരുപാട് ജനങ്ങൾ ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നു. ഈ ജനങ്ങളുടെ ഇടയിലേക്കുണ്ടല്ലോ ഈ നരാധമൻ ആക്രമണം നടത്തുകയാണ്. അങ്ങനെ ആ പാലം തകർക്കുകയാണ്. എന്നിട്ട് അഭിമാനത്തോടെ തൻ്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയാണ്, ഞാൻ പാലം തകർത്തു, എൻ്റെ ഡീലിന് നിങ്ങൾ തയ്യാറാകുക, അല്ലെങ്കിൽ ഇത് കൂടുതൽ ഇവിടെ നിൽക്കത്തില്ല, ഞങ്ങൾ കൂടുതൽ ആക്രമിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ ഇയാൾക്ക് എന്താണ് പ്രശ്നം? ഞാൻ പല വീഡിയോയിലും സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. ഇയാളെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, ഇയാൾക്ക് മാനസികമായിട്ടൊന്നെങ്കിൽ പ്രശ്നമുണ്ട്. വെറുതെ ഇങ്ങനെ യുദ്ധമെല്ലാം അവസാനിച്ച്, കാരണം ലോകം തന്നെ ബാധിച്ചു, അവിടുത്തെ ജനങ്ങളടക്കം ഈ 8 ലക്ഷത്തോളം വരുന്ന ജനങ്ങൾ പ്രതിഷേധവുമായിട്ട് ട്രംപിനെതിരെ രംഗത്തിറങ്ങി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതായത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ട്രംപ് മൊത്തം പെട്ടു എന്ന് പറയുമ്പോൾ ചില ആൾക്കാരൊന്നും സമ്മതിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോൾ അവിടുത്തെ ജനങ്ങൾ തന്നെ പൊറുതിമുട്ടിയിട്ട് ഇയാൾക്കെതിരെ പ്രതിഷേധവുമായിട്ട് രംഗത്ത് വരികയാണ്. ഇയാൾ ഈ ലോകത്തിൻ്റെ തന്തയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, അമേരിക്ക എന്തോ വലിയ സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് എത്ര നീചമായിട്ടുള്ള പ്രവൃത്തിയാണ്. നമ്മൾ ലോകത്ത് മെയിൻ ആണെന്ന് നമ്മൾ കാണിക്കേണ്ടത് എങ്ങനെയാണ്? നമ്മൾ പല രീതിയിൽ വളർന്നാണല്ലേ, സാമ്പത്തികമായിട്ട് വളരണം, നമ്മുടെ ജനജീവിതം മെച്ചപ്പെടുത്തണം, നമ്മൾ അങ്ങനെ എങ്ങനെയൊക്കെയാണ് നമ്മൾ ലോകത്തിന് മുമ്പിൽ ഒരു മാതൃകയാകേണ്ടത്. ഇവിടെ പ്രശ്നം എന്തെന്നാൽ അമേരിക്ക എന്ന് ഞാൻ പറയുന്നില്ല, ട്രംപാണ് ഒറ്റൊരു പ്രശ്നക്കാരൻ. ഇയാൾ ചെയ്യുന്ന പ്രവൃത്തി എന്ത് എപ്പോൾ ചെയ്യുമെന്നൊന്നും ആർക്കും പറയാൻ പറ്റൂല. ഇയാൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? സത്യം പറഞ്ഞാൽ ഇയാൾ എത്തി നിൽക്കുന്നൊരവസ്ഥ എന്ന് പറഞ്ഞാൽ യുദ്ധം നിർത്താനും പറ്റുന്നില്ല, ഒരു ചർച്ചകൾക്കുള്ള സാധ്യതയില്ല, യുദ്ധത്തിൽ നിന്ന് പിന്മാറാനും പറ്റുന്നില്ല, ലോകം മൊത്തം ഇയാൾക്കെതിരാകുകയാണ്, മിഡിൽ ഈസ്റ്റ് മൊത്തം ഇയാൾക്കെതിരാകുകയാണ്. ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാം കഴിഞ്ഞു, അവിടുന്ന് ട്രൂപ്സൊക്കെ പതുക്കെ പിന്മാറുകയാണ്. അപ്പോൾ ഗ്രാഫ് ഡൗൺ ആയി, പെട്ടെന്ന് ഇയാൾ എന്തെങ്കിലും ഒരു സാധനം അങ്ങോട്ടിടും, വീണ്ടും മൊത്തം പ്രശ്നമാണ്. ഇതടിച്ചപ്പോൾ ഇറാൻ തിരിച്ചടിച്ചിരിക്കുകയാണ്. കുവൈറ്റിലെ ഓയിൽ റിഫൈനറിയും ഡീസലൈൻ
ഡെസൈനേഷൻ പ്ലാന്റ് അഥവാ കടൽ വെള്ളം ശുദ്ധീകരിച്ച് കുടിവെള്ളമാക്കുന്ന പ്ലാന്റ് ഉണ്ടല്ലോ, മിഡിൽ ഈസ്റ്റിൽ അല്ലെങ്കിൽ ഈ ഒരു മരുഭൂമിയിൽ ഏറ്റവും കിട്ടാൻ പാടുള്ള എന്താണ്? വെള്ളമാണല്ലേ. അത് ആക്രമിക്കുകയാണ്. ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് എന്ന വാർത്ത എന്തെന്നാൽ UAE അബുദാബിയിലെ ഏറ്റവും വലിയ ഗ്യാസ് പ്ലാന്റ് ഇറാൻ ആക്രമിച്ചിരിക്കുകയാണ്. ഇസ്രായേലിലെ റാമത്ത് ഖാൻ എന്ന് പറയുന്ന പ്രദേശമൊക്കെ ആക്രമിച്ചിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും എല്ലാം രൂക്ഷമായിട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഇത്ര ഒരു ഇൻട്രോ പറഞ്ഞപ്പോൾ ട്രംപ് ഈ പാലത്തിൻ്റെ അവിടെയായിട്ട് ചെയ്ത ക്രൂരത, അതിൻ്റെ എത്ര നീചമായിട്ടുള്ള പ്രവൃത്തിയാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകത്തില്ല. ആ ഒരു വിവരങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ കഴിയുന്ന ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്കാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ അടുത്തടുത്ത വീഡിയോസൊക്കെ നിങ്ങളുടെ ഫീഡിലേക്ക് യൂട്യൂബ് അൽഗോരിതം കൊണ്ടുവരത്തുള്ളൂ. കാരണം യൂട്യൂബിൽ ലക്ഷക്കണക്കിന് വീഡിയോസ് ഉള്ളതുകൊണ്ട് ഏത് വീഡിയോസാണ് നിങ്ങളിലേക്ക് എത്തിക്കേണ്ടതെന്ന് അതിന് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്കാൻ ശ്രമിക്കുക. ഗൈസ്, നമ്മൾ ഇറാനിലേക്ക് നോക്കുകയാണെങ്കിൽ അവരുടെ പേർഷ്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വലിയ ആഘോഷമാണ് നൗറൂസ്. ഇത് വരുന്നത് മാർച്ച് 20-ാം തീയതിയാണ്. ഈ കഴിഞ്ഞ മാർച്ച് 20-ാം തീയതി അത് നടന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വരുന്ന 13-ാമത്തെ ദിവസമാണ് അവർ മറ്റൊരു വലിയ ആഘോഷം നടത്തുന്നത്. നേച്ചർ ഡേ അഥവാ സിസ്ത ബിദർ എന്നാണ് അവരുടെ ഭാഷയിലുള്ള പേരെന്നുള്ളത്. അപ്പോൾ ഇത് രണ്ടും വലിയ ആഘോഷങ്ങളാണ്. എന്തായാലും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മൾ മലയാളികളുടെ ഉത്സവം എന്ന് പറയുന്നത് എന്താണ്? ഓണമാണല്ലേ. നമ്മൾ ജാതി മതഭേദമന്യേ എല്ലാവരും ആഘോഷിക്കുന്നു, ഓണത്തിന് ഒത്തുകൂടുന്നു, ഓണക്കളികളൊക്കെ കളിക്കുന്നു, നാട്ടിലൊക്കെ ചെറിയ ചെറിയ ആർട്സ് ക്ലബിൻ്റെയൊക്കെ പരിപാടി ഉണ്ടാവും, ഓണസദ്യ എല്ലാവരും കഴിക്കുന്നു. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അത്തം 1-നാണ് തുടങ്ങുന്നത്, ഇതിൻ്റെ ഒരു സീസൺ തുടങ്ങുന്നത്. പിന്നീട് അത്തം 10-ന് തിരുവോണമല്ലേ. തിരുവോണത്തിന് ശേഷവും 3-ാം ഓണവും 4-ാം ഓണവും ഒക്കെ ഉണ്ട്. പിന്നെ 4-ാം ഓണത്തിന് തൃശ്ശൂരിൽ പുലികളി ഉണ്ടാവും. അങ്ങനെ വലിയൊരു ഫോളോ അപ്പാണ് നമ്മളവിടെ ചെയ്യാറുള്ളത് അല്ലേ. അപ്പോൾ എല്ലാവരും ഒത്തുകൂടിയിട്ട് വലിയ ആഘോഷമാണ്. നമ്മളുടെ മലയാളികളുടെ സംസ്കാരത്തിൽ ഊന്നിയൊരു സംഭവമാണ് ഓണം എന്നുള്ളത്. മറ്റൊരു നാട്ടിലും ഇല്ല. ഇനി മറ്റ് പ്രവാസികൾ പോലും അല്ലേ, പ്രവാസി കൂട്ടായ്മകളിലൊക്കെ ഓണം ആഘോഷിക്കാറുണ്ട്. എല്ലാ കോളേജിലും സ്കൂളുകളിലും ഒക്കെ ഓണം ആഘോഷിക്കാറുണ്ട്. അപ്പോൾ ഓണം എന്ന് പറയുന്നത് നമ്മളുടെ ഞരമ്പിലോടുന്ന ഒരു സംഭവമാണ് നമ്മളുടെ മലയാളികളുടെ. ഇതുപോലെയാണ് ഇവർക്ക് ഒരു ആഘോഷം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു നേച്ചർ ഡേ അഥവാ സിസ്ത ബിദറിന് ഇവർ ചെയ്യുന്ന കാര്യം എന്തെന്നാൽ, നേച്ചർ ഡേ എന്ന് തന്നെയാണല്ലോ പേര്. ഇവർ വീട്ടിൽ നിന്നൊക്കെ എല്ലാ തിരക്കുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് അവർ ഒരുപാട് ബിസി ലൈഫായിരിക്കും. ഓഫീസ് ജോലി ചെയ്യുന്നവരുണ്ടാകും, മറ്റ് ഒരുപാട് ബിസി സ്ട്രെസ്ഫുൾ ലൈഫ് ഉണ്ടാവും. ഇതിൽ നിന്നൊക്കെ വിട്ട് പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങളിൽ അവരുടെ കുടുംബമായിട്ട് ഒത്തുകൂടി ചെറിയൊരു പായൊക്കെ വിരിച്ചൊരു ഭക്ഷണമൊക്കെ കൊണ്ടുപോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ സംസാരിച്ചിരുന്ന് കുടുംബത്തോടൊപ്പവും സുഹൃത്തുക്കളോടൊപ്പം ഒക്കെ സമയം സ്പെൻഡ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു വളരെ അത്രയും ഒരു മനോഹാരിതയുള്ളൊരു ആചാരമാണ് ഈ സിസ്ത ബിദർ അഥവാ നേച്ചർ ഡേ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞതുപോലെ നേച്ചർ ഡേ അഥവാ പ്രകൃതി ദിവസം എന്ന് പറയുന്ന ഈ ദിവസം ആഘോഷിക്കാനായിട്ട് ഇവർ ഒത്തുകൂടുന്നത് തിരക്കുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് സിറ്റികളിലോ റെസ്റ്റോറൻറ്റുകളിലോ ഒന്നുമല്ല, പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങളിലാണ്. പുഴയോരങ്ങളിൽ, മലഞ്ചെരിവുകളിൽ, പുൽമേടുകളിൽ, ചെറിയ കുറ്റിക്കാട് അല്ലെങ്കിൽ പാർക്കുകൾ പോലുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഇവർ ഒത്തുകൂടുന്നത്. അപ്പോൾ ഈ ഒരു പാലം പണി നടക്കുന്ന സ്ഥലമുണ്ടല്ലോ, 2 മലകൾക്കിടയിലുള്ള വളരെ ഭംഗിയുള്ള സ്ഥലമാണ് ജനങ്ങൾ. അപ്പോൾ നമ്മളുടെ രാജ്യത്ത് നടക്കുന്ന അഭിമാനമായിട്ടൊരു പ്രോജക്റ്റ് അല്ലേ. എന്നാൽ ഇത്തവണ കൂടുതൽ നമുക്ക് ഈ ഒരു പരിപാടി എന്ന് പറയുന്നത്, ഒത്തുകൂടൽ എന്ന് പറയുന്നത് അവിടെ ആക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ജനങ്ങൾ ഈ പാലത്തിലും പാലത്തിൻ്റെ സൈഡിലും താഴത്തും ഒക്കെ ആയിട്ട് ഈ ഒരു വിരുന്നിൽ പങ്കെടുക്കുകയാണ്. അവരുടെ കുടുംബമായിട്ട് ഒത്തുകൂടുന്ന ഒന്നാണ്. ഒന്നാലോചിച്ച് എല്ലാവരും കുടുംബക്കാരായിരുന്നു. അല്ലാതെ റാണ്ടമായിട്ടൊരു കുടുംബത്തിൽ ഒരാളല്ല മരിക്കുന്ന, ആ കുടുംബത്തിൽ തന്നെ ഒരു അച്ഛനും മകളും ആയിരിക്കും മരിച്ചിട്ടുണ്ടാകുക, അമ്മയും മകനുമായിരിക്കും മരിച്ചിട്ടുണ്ടാകുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ഒരു കുടുംബം ഈ പാലത്തിന് മുകളിലും ചുറ്റും ഒക്കെ ആയിട്ട് കാർപ്പറ്റ് വിരിച്ച് അതിൽ ഭക്ഷണങ്ങളൊക്കെ നിരത്തി വെച്ച് കഴിക്കുകയായിരുന്നു. ആ സമയത്ത് ആ ഒരു പാലത്തിനെയും അവിടെ കൂടിയിരുന്ന ജനങ്ങളെയും, ഈ ഒരു വിരുന്നിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ജനങ്ങളെയും ടാർഗറ്റ് ചെയ്ത് ഈ നാരാധമനായിട്ടുള്ള ട്രംപ് ഒരു മിസൈൽ അങ്ങോട്ട് ഇടുകയാണ്. ആ ഒരു മിസൈൽ ആക്രമണത്തിൽ ആ പാലം തവിടുപൊടിയാകുകയാണ്. ഇതിൻ്റെ വീഡിയോ അടക്കം ഇയാൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയാണ്. എന്നിട്ട് കുറേ വീരവാദം പോലെ ഡയലോഗുകളൊക്കെ അടിച്ച് വിടുകയാണ്. എന്ത് മൈൻഡ് സെറ്റാണ് ഇയാൾ? സാഡിസ്റ്റ്, ഒന്നും പറയാനില്ല. അത്രത്തോളം സാഡിസ്റ്റാണ് ഇത്രയും വലിയ ക്രൂരതകൾ ചെയ്യുന്നത്. അതും ഒരു വാർ ക്രൈമാണിത്. യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളൊക്കെ ഉണ്ടാകും. അത് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, നാശനഷ്ടങ്ങൾ സംഭവിക്കുമെങ്കിലും നമുക്ക് മനസ്സിലാക്കാം എന്താണ് സംഭവിച്ചതെന്ന്. ഇത് ഒരു ബന്ധവുമില്ലാത്ത ജനങ്ങൾ കൃത്യമായിട്ട് അവിടെ ഒത്തുകൂടുന്നുണ്ട് എന്നറിഞ്ഞുകൊണ്ട് അങ്ങോട്ടൊരു ആക്രമണം നടത്തുകയാണ്. തീർന്നില്ല. ഈ ഒരു ആക്രമണത്തിൽ ഏകദേശം ഒരുപാട് പേർക്ക് പരിക്കൊക്കെ കേൾക്കുമല്ലോ. അപ്പോൾ ചുറ്റുമായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. ഈ ആൾക്കാരൊക്കെ കൂടെ അങ്ങോട്ട് ഓടി വരികയാണ്. എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലാണ് ഒരു മിസൈൽ വന്ന് വീഴുന്നതല്ലേ. ജനങ്ങൾ അങ്ങോട്ട് രക്ഷാപ്രവർത്തനത്തിനായിട്ട് ഓടി വരികയാണ്. അതായത് ഒന്നാലോചിച്ച് നോക്കുക, ഒരു കുടുംബം മാറിയിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. പെട്ടെന്ന് തൊട്ടടുത്തുള്ള പാലം തകർന്ന് വീഴുകയാണ്. അവിടെ ഒരുപാട് ജനങ്ങളുണ്ടെന്ന് അവർക്കറിയാം. അപ്പോൾ ഒരു അച്ഛൻ തൻ്റെ മകൾ കൂടെ ഉണ്ടാവും. അപ്പോൾ മറ്റൊരു കുട്ടിയെ രക്ഷിക്കാനായിട്ട് ആ ഒരു അച്ഛൻ അങ്ങോട്ട് പോവുകയാണ് അല്ലേ. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ചിന്തിക്കുക. അപ്പോൾ അങ്ങനെ ഒരുപാട് ജനങ്ങൾ അവിടെ ഒത്തുകൂടുകയാണ്. അങ്ങനെ പരിക്കേറ്റവരെയൊക്കെ അവർ ആ ഒരു കല്ലിൻ്റെ ഇടയിൽ നിന്നൊക്കെ പുറത്തെടുക്കുകയാണ്. പെട്ടെന്ന് അടുത്ത മിസൈൽ പതിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, എന്ത് വലിയ ക്രൂരതയാണ് ഇവിടെ അമേരിക്ക എന്ന് പറയേണ്ട കേട്ടോ. ട്രംപ് എന്ന് തന്നെ കൃത്യമായിട്ട് പറയണം. കാരണം ഇതിനു മുമ്പുണ്ടായിരുന്ന ബൈഡൻ ആണെങ്കിലും ബറാക്ക് ഒബാമയാണെങ്കിലും ഇങ്ങനെ ക്രൂരതകൾ ചെയ്യുന്ന ഒരു അരക്കിറുക്കനായിരുന്നില്ല.
ഞാൻ പച്ചയ്ക്ക് പറയുകയാണ്, ട്രംപ് എന്ന് പറയുന്ന ഒരു അരക്കിറുക്കനാണ്, അരവട്ടനാണ്. എന്തെപ്പോൾ ചെയ്യുമെന്ന് ആർക്കും അറിയത്തില്ല. മാത്രമല്ല എന്ത് വൃത്തികെട്ട കള്ളം വേണമെങ്കിലും ഇയാൾ പറയും. കഴിഞ്ഞ ദിവസം സൗദി പ്രിൻസിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇറാനെ പറ്റി പറയും, ഇന്ത്യയെ പറ്റി പറയും. അങ്ങനെ എന്ത് അസംബന്ധവും പറയാൻ യാതൊരു ഉളുപ്പും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ്. എന്നിട്ട് ഇയാൾ കാര്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയാണ്, ഇറാൻ്റെ ഏറ്റവും വലിയ പാലം തകർത്തു, അത് ഉപയോഗശൂന്യമാക്കി. എത്രയും പെട്ടെന്ന് ഒരു ഡീലിൽ, ഞാനുമായിട്ടൊരു ഡീലിൽ ഏർപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഭാവി ഇതായിരിക്കും, എല്ലാം തകർത്ത് കളയും. പിന്നീട് മറ്റൊരുപാട് പോസ്റ്റുകളൊക്കെ ആയിട്ട് ഇയാൾ പലതും പറയുന്നുണ്ട്. ശിലായുഗത്തിലേക്ക് തള്ളിവിടുമെന്നാണ് പറയുന്നത്. നിങ്ങളുടെ എനർജി സ്രോതസ്സുകളെല്ലാം നശിപ്പിക്കും. നമ്മളുടെ നാട്ടിൽ പെട്ടെന്ന് വൈദ്യുതിയോ മറ്റ് ഊർജ്ജങ്ങളോ ഇല്ലാതായാൽ എന്ത് ചെയ്യും? നമ്മൾ 2000 വർഷം പിന്നിലേക്ക് പോകുമല്ലേ? അതിനേക്കാൾ ദാരുണമായിരിക്കും. കാരണം അന്ന് മനുഷ്യർ ഇലക്ട്രിസിറ്റി ഇല്ലാതെ ജീവിക്കാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ ജീവിച്ച് വളർന്ന് നമുക്ക് പെട്ടെന്നൊരു നിമിഷത്തിൽ എല്ലാ ഊർജ്ജ സ്രോതസ്സുകളും ഇല്ലാതായി പോയി കഴിഞ്ഞാൽ നമ്മളുടെ ജീവന് വരെ അത് ഭീഷണിയായി മാറിയേക്കാമല്ലേ? അതാണ് ട്രംപ് ഇപ്പോൾ ചെയ്യുമെന്ന് പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അത് ചെയ്തുകൊണ്ടും ഇരിക്കുകയാണ്. ഇറാനിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ ആക്രമിച്ചിട്ടുണ്ട്. നമ്മളൊന്ന് ആലോചിക്കുക, നമ്മൾ എവിടെ നിന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്? യുദ്ധം ഇപ്പോൾ തീരുമെന്ന് പറയുന്ന ആ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ഏറ്റവും മുകളിലോട്ട് പോകുന്ന, പീക്കിലേക്ക് പോകുന്ന അവസ്ഥയാണ് വീണ്ടും കാണുന്നത്. ആര് കാരണം? ഈ ട്രംപ് കാരണം. ഞാൻ തുടക്കത്തിൽ ഈ സംഭവം പറയുമ്പോൾ നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടായിരിക്കത്തില്ല. ഇപ്പോൾ യുദ്ധം തീർന്നിട്ട് ഇയാൾ എന്താണ് ഈ കാണിക്കുന്നതെന്ന്. ഇവിടെ B1 ബ്രിഡ്ജ് തകർത്ത് ഈ ഒരു ആക്രമണത്തിൽ കൃത്യമായിട്ടുള്ള മരണനിരക്കൊന്നും പുറത്തു വന്നിട്ടില്ല. ഏകദേശം 10-20 പേര് മരിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. 200ഓളം വ്യക്തികൾക്ക് സാരമായിട്ടും നിസാരമായിട്ടും ഒക്കെ പരിക്കേറ്റിട്ടുണ്ട്. ഇയാൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതിൽ കുഞ്ഞുങ്ങളുണ്ട്. ഒരു കുടുംബത്തിലെ തന്നെ പലരും. അതാണ് ഏറ്റവും സങ്കടപ്പെടുത്തിയത്. അവർ അച്ഛനും അമ്മയും മക്കളും അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ആയിട്ട് ഒരു കാർപ്പറ്റൊക്കെ വിരിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു മിസൈൽ വന്ന് വീഴുകയാണ്. ചിന്തിക്കാൻ കഴിയുന്നുണ്ട്. നമ്മുടെ കുടുംബത്തിനാണ് സംഭവിച്ചതെങ്കിൽ ചിന്തിച്ചു നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ആഘാതം ഉൾക്കൊള്ളാൻ സാധിക്കും. ട്രംപ് ഇത് മാത്രമല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ കൾച്ചർപരമായിട്ടുള്ള, അവിടുത്തെ സാംസ്കാരികപരമായിട്ടുള്ള പല ഹെറിറ്റേജ് സൈറ്റുകളും ഒക്കെ നശിപ്പിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമ്മുടെ താജ്മഹൽ, അല്ലെങ്കിൽ നമ്മുടെ തഞ്ചാവൂർ ക്ഷേത്രം, നമ്മളുടെ ഹംപി, അല്ലെങ്കിൽ കൈലാസ ക്ഷേത്രം, നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളുടെ പ്രധാനപ്പെട്ട പള്ളികളുണ്ട്, ബസലിക്ക പള്ളികളൊക്കെ ഉണ്ടല്ലേ, ഇതൊക്കെ തകർത്ത് കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? നമ്മളുടെ പൂർവികർ അത്രയും പരമപവിത്രമായിട്ട് കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയ പല നിർമ്മിതികൾ, നമ്മളുടെ വലിയ ഹൈവേസ്, നമ്മളുടെ റോഡ് ഇൻഫ്രാസ്ട്രക്ചർ, ഇതൊക്കെ നശിപ്പിച്ചാൽ എങ്ങനെ ഇരിക്കും? അതാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇമോഷണലി പോകുന്നതാണ്. ഇറാൻ അവരുടെ ഐക്കോണിക് പ്രൊജക്റ്റായിട്ട്, അതായത് ഞങ്ങൾക്കും എഞ്ചിനീയറിംഗ് ഒക്കെ അറിയാം, ഞങ്ങൾക്കും നല്ലതുപോലെ പാലം നിർമ്മിക്കാനൊക്കെ അറിയാമെന്നും പറഞ്ഞിട്ട് അവരുടെ രാജ്യത്തിൻ്റെ തന്നെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ഇത് ആരുമായിട്ട് ഒരു ബന്ധവും ഇല്ല. B1 എന്ന് പറയുന്ന പാലത്തിനല്ലേ, അതുണ്ടാക്കി അതിൻ്റെ അവസാന നിമിഷം തകർത്തിരിക്കുകയാണ്. ഇനി പാലമൊക്കെ പോട്ടെ, നിങ്ങളുടെ സ്വപ്നമാണ് നിങ്ങളുടെ ഒരു വീടെന്നുള്ളത്. അത് കെട്ടിപ്പൊക്കി അതെല്ലാം കഴിഞ്ഞു. അതിൻ്റെ പാല് കാച്ചുന്ന ദിവസം വന്നിട്ട് ഒരാൾ ബോംബിട്ട് തകർത്താൽ എങ്ങനെയായിരിക്കും? എന്ത് വേദനയായിരിക്കും ഉണ്ടാകുന്നത്? ആ വേദന എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ അവിടെ എല്ലാം തകർത്തുകൊണ്ടിരിക്കുകയാണ് ഈ ട്രംപ് എന്ന് പറയുന്ന ഈ നരാധമൻ. ഇനി ഇറാൻ്റെ മറുപടിയാണ് നമുക്കറിയേണ്ടതല്ലേ. ഇറാൻ അടങ്ങിയിരിക്കത്തില്ല. ഇറാൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഓരോ നിമിഷം തീയായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അവരുടെ കയ്യിൽ 2000 കിലോമീറ്റർ റേഞ്ച് വരുന്ന മിസൈൽ ഉണ്ടെന്ന് വിചാരിക്കുന്നിടത്ത് അവർ 4000 5000 റേഞ്ചൊക്കെയുള്ള മിസൈലുകൾ എവിടുന്നും എടുത്ത് പ്രയോഗിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ ചൈനയുടെ റഷ്യയുടെയും കളികളുണ്ട് എന്ന് പറയുന്ന ഒരു ചർച്ചകൾ നടപ്പുണ്ടായിരുന്നു. എന്തായാലും അതിന് ചെറിയൊരു സ്ഥിരീകരണം വന്നിരിക്കുകയാണ്. കാരണം US ഡിഫൻസ് സെക്രട്ടറി ആയിട്ടുള്ള പീറ്റർ ഹെക്സറ്റ് അമേരിക്കയിൽ നിന്ന് ഈ ഒരു ഗൾഫ് രാജ്യത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ കൂടുതൽ അമേരിക്കൻ സൈന്യത്തേക്ക് വിന്യസിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അവരുമായിട്ട് സംസാരിക്കാൻ പുള്ളി നേരെ ഫ്ലൈറ്റ് എടുത്തിട്ട് ലോകത്തിൻ്റെ മറുവശത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രസ് കോൺഫറൻസ് നടക്കുമല്ലോ. ആ പ്രസ് കോൺഫറൻസിൽ ഒരാൾ ചോദിക്കുകയാണ്, ഒരുപാട് അഭ്യൂഹങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ ഈ ഒരു ഇറാന് പിന്നിൽ, അതായത് ഇപ്പോഴും യാതൊരു പോരാട്ട വീര്യം കുറയത്തില്ലെന്ന് മാത്രമല്ല അത് 10 മടങ്ങായിട്ട് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ ഇറാൻ അടിക്കണമെങ്കിൽ ഇറാൻ്റെ പിന്നിൽ ചൈനയുടെയോ റഷ്യയുടെയോ കളികളുണ്ടോ, കൈകളുണ്ടോ എന്നൊരാൾ ചോദിക്കുകയാണ്. അപ്പോൾ പീറ്റർ ഹെക്സറ്റ് പറഞ്ഞിട്ടുള്ള കാര്യം എന്തെന്നാൽ, ഇറാനും ചൈനയും ചെയ്യുന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടറിയാം. കൃത്യമായിട്ട് പുള്ളി പറയണം, വളരെ വ്യക്തമായിട്ടറിയാം. പക്ഷേ അത് ഈ ഒരു വേദിയിൽ പറയാൻ പറ്റത്തില്ല. അത് പറയേണ്ടടുത്ത് പറയേണ്ട സമയത്ത് ഞങ്ങൾ പറയുമെന്നാണ് പറഞ്ഞത്. കാരണം അത് പറഞ്ഞാൽ ഒരു പക്ഷേ വീണ്ടും പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാം. ഓയിൽ പ്രൈസസ് വീണ്ടും കൂടാം, വീണ്ടും ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെ വരാമല്ലേ. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇറാൻ ശക്തിയായിട്ട് തന്നെ തിരിച്ചടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ തൊട്ട് മുമ്പ് കുവൈറ്റിലുണ്ടായിരുന്ന ഓയിൽ റിഫൈനറിയും അവരുടെ ഡീസാലിനേഷൻ പ്ലാന്റ്, കടൽ വെള്ളം ശുദ്ധീകരിക്കുന്ന പ്ലാന്റും ആക്രമിക്കുകയാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് UAEയിലുള്ള അബുദാബിയിലെ ഏറ്റവും വലിയൊരു ഗ്യാസ് പ്ലാന്റ് ഉണ്ട്, ഹബ്ഷാൻ ഗ്യാസ് ഫെസിലിറ്റി, ഇതും ആക്രമിക്കുകയാണ്. ഇതിനപ്പുറത്തേക്ക് ഞങ്ങളുടെ പാലമാണല്ലോ നിങ്ങൾ തകർത്തത്, ഞങ്ങളുടെ രാജ്യത്തിൻ്റെ അഭിമാനമായിരുന്നു ആ പാലം, അതുമായിട്ട് നിങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലായിരുന്നു, യുദ്ധത്തിനും യാതൊരു ബന്ധവുമില്ലായിരുന്നു, ഞങ്ങളുടെ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നിർമ്മിച്ചതാണ്, അത് നിങ്ങൾ തകർത്ത സ്ഥിതിക്ക് ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചൊരു കാര്യമുണ്ട്. ഇറാൻ ഡയറക്റ്റ്
അമേരിക്ക ആക്രമിക്കാൻ പറ്റില്ല. അമേരിക്ക എന്ന് പറയുന്നത് ഈ നമ്മളുടെ ഭൂമിയുടെ അപ്പുറത്തെ വശത്താണുള്ളത്. പക്ഷേ അമേരിക്കയ്ക്ക് തിരിച്ചടിക്കാം. അമേരിക്കയ്ക്ക് ഇറാനിൽ പോയിട്ട് ബോംബിട്ട് തിരിച്ച് മടങ്ങാനുള്ള B2 സ്പിരിറ്റ് ബോംബറുകൾ വരെ അവരുടെ കയ്യിലുണ്ടല്ലേ. അപ്പോൾ ഇറാൻ എന്താണ് ചെയ്യുക? മറ്റൊരു മാർഗ്ഗമില്ല. ഗൾഫ് രാജ്യങ്ങളിലുള്ള അമേരിക്കൻ ബേസുകൾ ആക്രമിക്കുകയാണ് ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തുടക്കത്തിലായിരുന്നു അമേരിക്കൻ ബേസുകളെ മാത്രം ടാർഗറ്റ് ചെയ്ത് ആക്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ പിന്നീട് അങ്ങോട്ട് ഗൾഫ് രാജ്യത്തുള്ള ഓയിൽ റിഫൈനറികൾ, അവരുടെ എണ്ണപ്പാടങ്ങൾ, അവരുടെ മറ്റ് ഊർജ്ജോൽപാദന കേന്ദ്രങ്ങൾ, ഇതൊക്കെ ആക്രമിക്കുകയാണ്. എന്തായാലും ഈ പാലം ആക്രമിച്ചതുകൊണ്ട് ഇറാൻ്റെ ആർമി ഉണ്ടല്ലോ, IRGC, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്, കൃത്യമായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് എന്തു സംഭവിക്കാമെന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇപ്പോൾ പുറത്തിറക്കിയിട്ടുള്ളത്. ഗൾഫ് രാജ്യങ്ങളിലുള്ള 8 പാലങ്ങൾ ഞങ്ങൾ തകർക്കുമെന്നും പറഞ്ഞിട്ട് ഈ 8 പാലങ്ങളുടെ ലിസ്റ്റും IRGC പുറത്തുവിടുകയാണ്. ഈ പാലത്തിൻ്റെ അടുത്ത് താമസിക്കുന്നതോ അതിലൂടെ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നതോ ആയിട്ടുള്ള പ്രവാസി സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ പ്രവാസി സുഹൃത്തുക്കൾക്ക് ഇത് അയച്ചു കൊടുക്കുക. ആ ഒരു 8 പാലങ്ങളുടെ പേര് ഞാൻ വായിക്കാം. ഒന്നാമത്തേത് കുവൈറ്റിലുള്ള ഷെയ്ഖ് ജാബർ അൽ അഹമ്മദ് അൽ സബ സീ ബ്രിഡ്ജാണ്, കടൽ പാലമാണ്. ഇനി അടുത്ത പാലങ്ങൾ UAE-യിലുള്ളതാണ്. ഷെയ്ഖ് സയ്യേദ് പാലം, അൽ മക്ത ബ്രിഡ്ജ്, ഷെയ്ഖ് ഖലീഫ ബ്രിഡ്ജ്. ഇത് 3ഉം അടുത്തത് UAE-യിലാണ് വരുന്നത്. ഇനി അടുത്ത പാലം ഏതാന്ന് നോക്കുവാണെങ്കിൽ, അതായത് 5ാമത്തെ പാലം ഏതാന്ന് നോക്കുവാണെങ്കിൽ നമ്മളുടെ സൗദി അറേബ്യയും ബഹ്റൈനും തമ്മിൽ കണക്ട് ചെയ്യുന്ന കിങ് ഫഹദ് കോസ്വേ ആണ്. അടുത്ത 3 പാലങ്ങൾ ജോർദനിലുള്ളതാണ്. കിങ് ഹുസൈൻ ബ്രിഡ്ജ്, ദാമിയ ബ്രിഡ്ജ്, അബ്ദോൻ ബ്രിഡ്ജ്. ഞാൻ എന്തായാലും ലിസ്റ്റ് കാണിക്കാം, പ്രൊനൗൺസിയേഷൻ തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഈ 8 പാലങ്ങളെ ആക്രമിക്കുമെന്ന് IRGC കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം അവർ പറഞ്ഞാൽ ചെയ്യും. അവർക്ക് ദയാദാക്ഷിണ്യൊന്നും അവർ കാണിക്കുന്നില്ല. കാരണം അവരുടെ രാജ്യത്തെ പരമോന്നത നേതാവിനെയും കൊന്നു, ബാക്കി എല്ലാവരെയും കൊന്നു, മകൻ്റെ കാല് അറ്റുപോയി എന്ന് പറയുന്നത് കേട്ടു. അങ്ങനെ എല്ലാം നശിപ്പിച്ച സ്ഥിതിക്ക് അവർക്ക് പിന്നീടൊന്നും നോക്കാനില്ല. ഇറാൻ എടുക്കുന്ന രീതി എന്തെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ നശിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഈ ലോകത്തിനെ കൂടെ കൊണ്ടുപോകും എന്ന് പറയുന്ന ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു പൊസിഷനിലാണ് അവരെത്തി നിൽക്കുന്നത്. അതായത് ഞങ്ങൾക്കിനി ഒന്നുമില്ല, ഒന്നെങ്കിൽ മരിക്കുക അല്ലെങ്കിൽ ജീവിക്കുക. ഇതിനിടയിലുള്ള ഒരു സംഭവം ഇറാനെ സംബന്ധിച്ചിപ്പോൾ ഇല്ല. ഒരു യുദ്ധത്തിൽ ഏറ്റവും ഡേഞ്ചർ ആ ഒരു ചിന്താഗതിയിൽ പെടുന്ന ഒരു ഒപ്പോണൻ്റാണ്. അല്ലെങ്കിൽ 2 ടീം തമ്മിൽ യുദ്ധം ചെയ്യുമെങ്കിൽ ഒരാൾക്ക് ആ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ അവർ പിന്നെ മേലും കീഴും നോക്കാനില്ല. മുകളിൽ ആകാശം, താഴെ ഭൂമി, അതിൻ്റെ ഇടയിൽ വേറൊന്നുമില്ല എന്ന് പറയുന്നൊരു മൈൻഡ് ഉണ്ടല്ലോ. ഇതാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ IRGC എത്തി നിൽക്കുന്നൊരു പോയിന്റ്. അവർ ചാറപറ എങ്ങോട്ട് വേണമെങ്കിലും മിസൈൽ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദയാദാക്ഷിണിയില്ല, ഒരു ടാർജറ്റ് നോക്കുന്നില്ല. പണ്ട് തുടക്കത്തിൽ 1 മാസം മുമ്പ് അമേരിക്കൻ ബേസുകളെ ടാർജറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കൃത്യമായിട്ട്. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഗൾഫ് രാജ്യം UAE-യിലേക്ക് അയക്കണം എന്ന് പറഞ്ഞാൽ വിട്ടേക്കാം. അതോടൊപ്പം ഓയിൽ റിഫൈനറികളൊക്കെ കൃത്യമായിട്ട് ടാർജറ്റ് ചെയ്യുന്നുണ്ട്. അല്ലാതെയും ഒരുപാട് മിസൈലുകളും ഡ്രോണുകളും ഒക്കെ അങ്ങോട്ട് വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് എവിടെ കൊണ്ട് അവസാനിക്കണമെങ്കിൽ ഈ ട്രംപ് എന്ന് പറയുന്ന ഒരു നരാധമൻ അവിടുന്ന് മാറേണ്ടതുണ്ട്. അമേരിക്കൻ പ്രസിഡൻ്റായിട്ട് വന്നിട്ടുള്ള ഏറ്റവും മോശപ്പെട്ടൊരു വ്യക്തി. ഒന്ന് ആലോചിച്ച് നോക്കുക, അമേരിക്ക പോലൊരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ഈ അരക്കിറുക്കൻ. എന്ത് അസംബന്ധവും, എന്ത് വൃത്തികേട്. അതായത് നമ്മൾ 3ാം കിട 3rd റേറ്റഡ് വർത്താനം എന്ന് പറയത്തില്ല, ഒരു പ്രസിഡൻ്റായിട്ട് അയാളിരുന്ന് പറയും. ഏറ്റവും വലിയ ക്രിമിനലുകളുണ്ടല്ലോ, കൊലപാതകികൾ പോലും ഇത്രത്തോളം അഴുക്ക വർത്താനം പറയത്തില്ല. അതാണ് സത്യം പറഞ്ഞാൽ ഇയാളുടെ വായിൽ നിന്ന് വരുന്നത്. അത്രയും എന്താ പറയുക, നമ്മൾ വേസ്റ്റ് ഉണ്ടല്ലോ, വേസ്റ്റാണ് ഇയാളുടെ പുറത്തോട്ട് ഇയാൾ ഛർദ്ദിക്കുന്നത്. സത്യം പറഞ്ഞാൽ പല സ്റ്റേറ്റ്മെൻറ്റിലും കാര്യങ്ങളിലും ഇപ്പോഴും പറയുന്നത് ഇതുകൊണ്ടൊന്നും അവസാനിച്ചിട്ടില്ല. അതായത് ഈ പാലം തകർത്ത് അവിടുത്തെ ഒരുപാട് പേരെ കൊന്നു, വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി, ഇറാൻ തിരിച്ചാക്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാലെങ്കിലും നിർത്തുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇല്ല, ഇയാൾ പറഞ്ഞത് എന്താണെന്നറിയാവോ, ഇത് ശരിക്കും ആരംഭിച്ചിട്ടില്ല. US ഹാവിൻറ്റ് ഈവൻ സ്റ്റാർട്ടഡ്. അമേരിക്ക ഇതുവരെ തുടങ്ങിയിട്ടില്ല എന്നൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇവർ പറയുന്നത്. ഇവരുടെ സൈന്യ ശക്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരമാണ്. നമുക്കറിയാം, ഞാൻ പറഞ്ഞല്ലോ, അമേരിക്കയിൽ നിന്ന് നേരെ ഫ്ലൈറ്റ് എടുത്തിട്ട് ഇറാനിൽ പോയിട്ട്, അതായത് അമേരിക്ക ഇവിടെയാണെങ്കിൽ ഭൂമിയുടെ അപ്പുറത്തെ വശമുണ്ടല്ലോ, ആ ഒരു വിമാനത്തിൽ അവിടെ പോയി ബോംബിട്ടിട്ട് തിരിച്ച് അമേരിക്കയിലേക്ക് വരാം. അങ്ങനത്തെ സെറ്റപ്പ് വരെ ഉള്ള B2 സ്പിരിറ്റ് ബോംബറുകളും ഒക്കെ ഉണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട വാർത്തയാണ്, ഗൾഫ് മേഖലകളിൽ ഇപ്പോൾ തന്നെ, അല്ലെങ്കിൽ കുറച്ച് നാൾക്ക് മുമ്പ് തന്നെ ഏകദേശം 50,000-ഓളം വരുന്ന അമേരിക്കൻ സൈനികരുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ, മിനിഞ്ഞാന്നോ അതിന് മുമ്പത്തെ ദിവസമോ മറ്റോ 10,000 ട്രൂപ്സിനെ കൂടെ, അതായത് 10,000 US മറീൻസ് സൈനികരെ കൂടെ അവിടെ വിന്യസിക്കുകയാണ്. അതായത് ഒരു യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, ഇതാണ് ട്രംപ് അവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ബാഹുബലി സിനിമയൊക്കെ നോക്കുവാണെങ്കിൽ ഈ ആ രാജ്യത്തിൻ്റെ കോട്ടയ്ക്ക് പുറത്ത് മറ്റേ കാലകേയൻ്റെ ടീം ഇങ്ങനെ തയ്യാറായി നിൽക്കുന്നില്ലേ, അതുപോലത്തെ ഒരു സെറ്റപ്പാണ് ട്രംപ് ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്തും ഏതവസ്ഥയിലേക്കും പോകാം. പലരും ചോദിക്കുന്ന കാര്യം, അല്ലെങ്കിൽ പലരും അനലൈസ് ചെയ്യുന്ന കാര്യം എന്താ, യുദ്ധം ഇപ്പോൾ നിൽക്കും, പിന്നെ എന്തിനാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഇയാളുടെ സ്വഭാവം കാരണമൊന്നും പറയാൻ പറ്റുന്നില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പല പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ ഉണ്ടാകുമെങ്കിലും ഞാനൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് വയ്യ സത്യം പറഞ്ഞാൽ. ഇത് പറഞ്ഞും പഠിച്ച് ഞാൻ എൻ്റെ ഒരു കാര്യം പറയട്ടെ, ഞാനിത് ഒരുപാട് വാർത്തകൾ ഇങ്ങനെ വായിച്ചു നോക്കിയൊക്കെ ഇരിക്കും. ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടെന്ന് വയ്ക്കും, കാരണം മനസ്സ് മടുത്തു. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് യുദ്ധത്തെ പറ്റി പറഞ്ഞത്. പക്ഷേ അതുകൊണ്ട് തന്നെ പല അത്രയും പ്രാധാന്യമില്ലാത്ത അപ്ഡേറ്റുകളൊക്കെ ഞാൻ ഒഴിവാക്കി വിട്ടു. പക്ഷേ ഇതെനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല, കാരണം ഇത്രയും വലിയൊരു വീണ്ടും ഒരു എസ്കലേഷനാണ് ഈ ഒരു യുദ്ധത്തിന് ഈ ഒരു അരക്കിറുക്കം കൊണ്ടെത്തിച്ചിരിക്കുന്നത്. എന്തായാലും ഇത് എവിടെ കൊണ്ട് അവസാനിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇറാൻ തിരിച്ചടിക്കും. ഇറാൻ ലിസ്റ്റ് അടക്കം, അല്ലെ നമ്മൾ മറ്റേ ഹിറ്റ് ലിസ്റ്റ് പറയത്തില്ലേ,
ഇത്ര പേരെ കൊല്ലുമെന്നും പറഞ്ഞിട്ട് ഹിറ്റ് ലിസ്റ്റ് ഇടുന്ന പോലെ തന്നെ ഇറാൻ കൃത്യമായിട്ട് 8 പാലങ്ങൾ ഈ രാജ്യങ്ങളിലുള്ള ഗൾഫ് രാജ്യങ്ങളിലുള്ള 8 പാലങ്ങൾ ടാർഗറ്റ് ചെയ്ത് ഞങ്ങൾ ആക്രമിച്ച് തകർക്കുമെന്ന് പരസ്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഈ ഒരു പാലങ്ങൾക്ക് പലപ്പോഴും ഒരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. അതായത് നമ്മുടെ നാട്ടിലൊരു പാലം പൊട്ടിയാൽ നമുക്ക് ചിലപ്പോൾ മറ്റൊരു വഴി ഉണ്ടാകുമല്ലോ. ഇതിൻ്റെ അകത്ത് പല പാലങ്ങൾക്കും മറ്റൊരു ബദൽ മാർഗ്ഗമില്ല. അതുകൊണ്ട് തന്നെ ഗതാഗതം തടസ്സപ്പെടാനും വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് ആയിരിക്കും നയിക്കാൻ പോകുന്നത്. അവിടെ കൂടെ പോകുന്ന പലർക്കും ജീവൻ നഷ്ടപ്പെടാം. അങ്ങനെ എന്തുകൊണ്ടും സംഭവിക്കാം. ഇനി ആ ഒരു മിസൈലുകളൊക്കെ അവിടുത്തെ ഡിഫൻസ് സിസ്റ്റം തകർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ സേഫാണ്. പക്ഷേ ഇറാൻ IRGC എന്ത് ചെയ്യുമെന്ന് ആർക്കും അറിയത്തില്ല. ഒരു പാലത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ അങ്ങോട്ട് തുരു മിസൈൽ അയച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മിസൈൽ വീഴാതിരിക്കില്ല. അത്രയും ഡിഫൻസ് ഗൾഫ് ആ നാടുകളിലുള്ള എയർ ഡിഫൻസ് സിസ്റ്റത്തിന് ഇല്ല നിലവിൽ. അതുകൊണ്ട് വീഴാം, തകരാം. എല്ലാവരും സേഫായിട്ടിരിക്കും. ഇത്ര എനിക്ക് പറയാനുള്ളൂ. നമ്മളുടെ ഒരുപാട് കോടിക്കണക്കിന് വരുന്ന പ്രവാസികൾ, നിങ്ങൾക്കറിയാവുന്ന ഒരാളെങ്കിലും അല്ലെ, നിങ്ങളുടെ സുഹൃത്താകാം, നിങ്ങളുടെ ബന്ധുവാകാം, ഈ ഗൾഫ് മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട്. സത്യമല്ലേ? അവരോടൊക്കെ കാര്യങ്ങൾ പറയുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്തായാലും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു നല്ല വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അശ്വിൻ മാടപ്പള്ളി സൈനിങ് ഔട്ട്.